Hi guys, welcome back to my YouTube channel Medical Study with me Anu. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലെപ്രസിനെ കുറിച്ചാണ്, പാത്തോളജിയിൽ ലെപ്രസി. സോ നമുക്കറിയാം പാത്തോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ട്യൂബർക്ലോസിസും ലെപ്രസിയും. അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുകൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ ട്യൂബർക്ലോയിഡ് ലെപ്രസി ആൻഡ് ലെപ്രോമാറ്റസ് ലെപ്രസി, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇത് രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇത് കൂടാതെ വാട്ട് ഈസ് ലെപ്രസി? ലെപ്രസി എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു ക്രോണിക് ഗ്രാനുലോമാറ്റസ് സ്ലോലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്, കോസിങ് ഡിസ്ട്രക്റ്റീവ് ലീഷൻസ്. ഓക്കെ, ഇത് സ്ലോലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ലെപ്രോമാറ്റസ് ലെപ്രസി. ഓക്കെ, ലെപ്രോമാറ്റസ് അല്ല, ലെപ്രസി. ദെൻ ഈ ലെപ്രസി തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ റിഡ്ലെ ആൻഡ് ജോപ്ലിൻ ക്ലാസിഫിക്കേഷനിൽ. ദർ ആർ 5 ഡിഫറെൻറ്റ് ക്ലാസ്സസ്. വൺ ഈസ് lepromatous leprosy, next is tuberculoid leprosy, borderline tuberculoid, then borderline leprosy and borderline lepromata. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ട്യൂബർക്ലോസിസ് ലെപ്രസിയും കൂടാതെ ലെപ്രോമാറ്റസ് ലെപ്രസിയാണ്. ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് അനുസരിച്ചാണ്. ട്യൂബർക്ലോയിഡ് ലെപ്രസി ആണെന്നുണ്ടെങ്കിൽ TH1 സെൽസ് റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. വേറാസ് ലെപ്രോമാറ്റസ് ലെപ്രസി ആണെങ്കിൽ TH2 സെല്ലിൻ്റെ റെസ്പോൺസാണ് വരുന്നത്. TH1 സെൽ റെസ്പോൺസ് വരുന്നതുകൊണ്ട്, അതായത് സൈറ്റോടോക്സിക് ആണല്ലോ, അപ്പോൾ ആ സെല്ലിൻ്റെ റെസ്പോൺസ് വരുന്നത് കൊണ്ട് തന്നെ ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ ഇൻഫ്ലമേഷൻ ഇറുത്തുമൊക്കെയാണ് വരുന്നത്. വേറാസ് ഇൻ കേസ് വാസ്കുലൈറ്റിസ്, അതുകൂടാതെ ഗ്ലോമർലോനെഫ്രൈറ്റിസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. വേറാസ് ഇൻ കേസ് ഓഫ് TH2 സെൽ റെസ്പോൺസ് വരുമ്പോഴത്തേക്കും TH1 സെൽ വീക്ക് ആയിരിക്കും, ആ റെസ്പോൺസ് വീക്ക് ആയിരിക്കും. TH2 സെൽസിൻ്റെ റെസ്പോൺസ് ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ TH2 സെൽസിൻ്റെ റെസ്പോൺസ് കൂടുതൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറേ നൊഡ്യൂൾസും, TH എന്ന് പറയുമ്പോൾ എന്താ, ഹെൽപ്പർ സെൽസ് ആണല്ലേ, ഹെൽപ്പർ സെൽസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെപ്രസിയുടെ ബാസിലൈനെ അവർ പൂർണ്ണമായിട്ട് കില്ല് ചെയ്യുന്നൊന്നുമില്ല. പകരം എന്താ, ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാക്രോഫേജിനാണ് റിപ്ലിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ TH2 റെസ്പോൺസ് വരുമ്പോഴത്തേക്കും മാക്രോഫേജിൽ കൂടുതലായിട്ട് ബാസിലൈസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജ് കാണാൻ പറ്റും ഇൻ മൈക്രോസ്കോപ്പി. ഓക്കെ, ആൻഡ് ഗ്രൻസ് സോൺ എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ സോണാണ് വിച്ച് ഡിഫറൻഷിയേറ്റ് ദി എപ്പിഡെർമിസ് ഫ്രം ദി ഗ്രാനുലോമാറ്റസ് ടിഷ്യൂ. ആ ഒരു സോൺ കാണാൻ പറ്റുന്നത് ലെപ്രോമാറ്റസ് ലെപ്രസിയിലാണ്. അവിടെയാണ് ഫോമീസ് മാക്രോഫേജ്, ദാറ്റ് ഇസ് ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജും കാണാൻ പറ്റുന്നത്. വേറാസ് ഇൻ കേസ് ഓഫ് ട്യൂബർക്ലോയിഡ് ലെപ്രസി ആണെന്നുണ്ടെങ്കിൽ ഈ ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജിന് പകരം ഗ്രാനുലോമാറ്റസ് ടിഷ്യൂ ആയിരിക്കും കാണുന്നത്. ഗ്രാനുലോമാറ്റസ് ടിഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോസി ബാസിലറി എന്ന് പറയുമ്പോൾ ഓൺലി ഫ്യൂ ബാസിലേഴ്സ് ക്യാൻ ബി സീൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലീഷൻ. മൾട്ടി ബാസിലറി എന്ന് പറയുമ്പോൾ എന്താ, റിപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഒരു ബാക്ടീരിയൽ ലോഡ് കൂടുതലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ലീഷന്. അതാണ് ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവർക്ക് ഈ റെസ്പോൺസ് ഒക്കെ കൊടുക്കുന്നത്, അതായത് വിറുലൻസ് എന്തുകൊണ്ടാണ് വരുന്നത് ഈ ഒരു മൈക്രോബാക്ടീരിയൻ ലെപ്രയ്ക്ക്? ബിക്കോസ് ഓഫ് ദെയർ ബാക്ടീരിയൽ സെൽ വോൾ ഈസ് മേഡ് അപ്പ് ഓഫ് ഫിനോൾ ഗ്ലൈക്കോപ്രോട്ടീൻ, അതുകൂടാതെ ലൈപ്പോ അരബിനോമാനൻസ്, ഇത് രണ്ടും കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഇവരുടെ വിറുലൻസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ. കൂടാതെ BCG വാക്സിന് ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ലെപ്രസി നിന്നിട്ട്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ഫോർ ലെപ്രസി. സോ നമുക്കിനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ലെപ്രസി ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഡെഫിനിഷൻസ്, മോർഫോളജി എക്സെട്ര. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലെപ്രോമാറ്റസ് ലെപ്രസി ആൻഡ് ട്യൂബർക്ലോയിഡ് ലെപ്രസി. വൺസ് ഈ കംപ്ലീറ്റ് വാട്ട് ഈസ് ലെപ്രസി എന്നുള്ളത് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എന്താണ് ട്യൂബർക്ലോയിഡ്, എന്താണ് ലെപ്രോമാറ്റസ്. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് വായിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഐഡിയ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ പോകുന്നത്. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ലെപ്രസി ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് ലെപ്രസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് സ്ലോലി പ്രോഗ്രസീവ് ഡിസ്ട്രക്റ്റീവ് ഇൻഫെക്ഷൻ ആണ് ലെപ്രസി എന്ന് പറയുന്നത്. ആൻഡ് ഈ ലെപ്രസിയും ട്യൂബർക്ലോസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലെപ്രസി എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രക്റ്റീവ് ഇൻഫെക്ഷനാണ്, ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊലിഫറേറ്റീവ് ഇൻഫെക്ഷനാണ്. രണ്ടും ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ ലീഷൻ തന്നെയാണ്. ഓക്കെ, സോ ലെപ്രസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്രോണിക്. ഗ്രാനുലോമാറ്റസ് ലീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വർഷങ്ങളുണ്ടാവും. ഗ്രാനുലോമാറ്റസ് എന്ന് പറയുമ്പോൾ ഗ്രാനുലോമ ഫോർമേഷൻസ് ഉണ്ട്. ഗ്രാനുലോമ എപ്പിത്തീലിയൽ സെൽ ലൈനിങ്, എപ്പിത്തീലിയൽ സെൽസും കേഷ്യസ് നെക്രോസിസ് സെൻറ്ററിൽ വരുന്നത് ആൻഡ് ലാംഗർഹാൻസ് സെൽസ്, ഇവരൊക്കെയുള്ള ഗ്രാനുലോമ ഫോർമേഷൻസ് ഉണ്ടാവും ലീഷനകത്ത്. ആൻഡ് സ്ലോലി പ്രോഗ്രസീവ് ഡിസീസാണ്, ബിക്കോസ് അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം 5 to 7 years വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഡിസ്ട്രക്റ്റീവ് ഇൻഫെക്ഷൻ. ആൻഡ് ദിസ് ലെപ്രസി ഈസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം സ്പീഷീസ് തന്നെയാണ് കേട്ടോ ലെപ്രസി ഉണ്ടാക്കുന്നത്. ബട്ട്
ഈ മൈക്രോബാക്ടീരിയം സ്പീഷീസ് ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്ന മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബാക്ടീരിയം ലെപ്ര എന്നുള്ളത് ലോ ആസിഡ് ഫാസ്റ്റ് ബാസിലയാണ്. ആസിഡ് ഫാസ്റ്റ്നെസ് ഉണ്ട്, ബട്ട് ട്യൂബർക്കുലോസിസ് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ അത്രയും ആസിഡ് ഫാസ്റ്റ്നെസ് ഈ ബാക്ടീരിയയ്ക്കില്ല, ബാസിലേക്കില്ല. ആൻഡ് ദി മെയിൻ സൈറ്റ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും? പെരിഫറൽ നെർവ്, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. വൈ പെരിഫറൽ നെർവ്, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ? ബിക്കോസ് ഈ ബാക്ടീരിയാസ് മൈക്രോബാക്ടീരിയം ലെപ്ര ക്യാൻ പ്രൊലിഫറേറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. സോ നമ്മുടെ ബോഡിയിൽ ലോ ടെമ്പറേച്ചർ എവിടേക്കാണ് വരുന്നത്? എക്സ്ട്രിമിറ്റീസിലാണ്. സോ അവർ എക്സ്ട്രിമിറ്റീസ് ആയിട്ടുള്ള ലെഗ്സ്, ഹാൻഡ്, ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ആവുന്നത്. ഫേസ്, ലെഗ്, ഹാൻഡ് എക്സെട്ര. അതാണ് പെരിഫറൽ നെർവ്, സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ എഫക്റ്റ് ആവും. സോ ഇവരെ ഈ പെരിഫറൽ നെർവ്, സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ എഫക്റ്റ് ആയി കഴിയുമ്പോൾ എന്ത് റിസൾട്ട് ഇൻ ഡിഫോർമിറ്റീസ്. അങ്ങനെ പലതരം ഡിഫോർമിറ്റീസ് ഉണ്ടാവും. ദെൻ എബൌട്ട് ദി ബാക്ടീരിയ. ഈ ബാക്ടീരിയയിൽ മൈക്രോബാക്ടീരിയം ലെപ്ര ബാക്ടീരിയയുടെ സെൽ വോളിൽ 2 ആൻറ്റിജൻസ് ഉണ്ട് സെൽ വോളിൽ തന്നെ. വൺ ഇസ് ലൈപ്പോ അരബിനോമാനൻസ് ആൻഡ് PGL1. ദാറ്റ് ഈസ് ഫിനോളിക് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഫിനോളിക് ഗ്ലൈക്കോപ്രോട്ടീൻസും അതുകൂടാതെ ലൈപ്പോ അരബിനോമാനൻസുമാണ് 2 ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ ദി ബാക്ടീരിയൽ സെൽ വോൾ. ആൻഡ് അവരുടെ മെക്കാനിസം ഓർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്തായിരിക്കും? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് പോലെയല്ല, ഇവർക്ക് ലോ കമ്മ്യൂണിക്കബിലിറ്റിയാണ്. അവർക്ക് ഹൈ കമ്മ്യൂണിക്കബിലിറ്റി ആണെങ്കിൽ മൈക്രോബാക്ടീരിയം ലെപ്രയ്ക്ക് ലോ കമ്മ്യൂണിക്കബിലിറ്റിയാണ്. ആൻഡ് അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 5 to 7 years ആണ്. ഈ ലോ കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഉണ്ട്. ഏത് ക്യാൻ ബി ഇൻഹലേഷണൽ ഓർ ഇൻറ്റിമേറ്റ്. ഇൻഹലേഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ എയറോസോളാണ്. ഇൻഹലേഷൻ ഓഫ് എയറോസോൾസ് ഫ്രം അസിംപ്റ്റോമാറ്റിക് UTR, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലീഷൻസ് ആൻഡ് റിപ്ലിക്കേറ്റ് ഓൺലി ഇൻ കൂൾ ടിഷ്യൂസ്. കൂൾ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രിമിറ്റീസിൽ പോയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ബട്ട് ഇൻഹലേഷൻ വഴി എങ്ങനെയായിരിക്കും? എയറോസോൾ ഫ്രം അസിംപ്റ്റോമാറ്റിക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ലീഷൻസ് ഉള്ളവരിൽ നിന്നിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് റിപ്ലിക്കേറ്റ്സ് വിത്ത് ലോ കൂൾ ടിഷ്യൂസ്. വെറാസ് ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റിമേറ്റ് കോൺടാക്ട് ഫ്രം അൺട്രീറ്റഡ് ലെപ്രസി പേഷ്യൻസ് ത്രൂ ഡാമേജ്ഡ് സ്കിൻ, നേസൽ സെക്രീഷൻ, മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി മൗത്ത് ആൻഡ് ഹെയർ ഫോളിക്കിൾസ് എന്നായിരിക്കും ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം, ഇൻഹലേഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ അവിടെ ഒരു ലീഷൻസ് ഉണ്ടാവും, എയറോസോളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേസൽ സെക്രീഷൻസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെറാസ് ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഫ്രം അൺട്രീറ്റഡ് ലെപ്രസി പേഷ്യൻസ് ത്രൂ ഡാമേജ് സ്കിൻ, ദെൻ നേസൽ സെക്രീഷൻ, മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് മൗത്ത് ആൻഡ് ഹെയർ ഫോളിക്കിൾ. ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്തുണ്ടാവും? അൾസർ ഫോം ചെയ്യുന്നുണ്ടാവും, ലീഷൻസ് ഫോം ചെയ്യുന്നുണ്ടാവും അല്ലേ, അൾസറേറ്റീവ് ആയിട്ടുള്ള. സോ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്തൊക്കെയായിരിക്കും? നേസൽ സെക്രീഷൻ ആൻഡ് ulcerative lesions. These are the source of infection for the leprosy. Now classification of leprosy. Classification എന്ന് പറയുമ്പോൾ ഇതിന് 3 types classification ഉണ്ട്. ഒന്ന് Ridley and Joplin classification, then variants of leprosy and WHO classification. Ridley and Joplin classification എന്ന് പറയുമ്പോൾ they are determined by immune resistance of the host. So immune resistance of the hostൻ്റെ ബേസിലാണ് Ridley and Joplin classification വരുന്നത്. അതിൻ്റെ ബേസിൽ there are 5 different classes which is TT, BT, BB, BL and LL. ഇതിനകത്ത് TT എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂബർക്കുലോയിഡ് ലെപ്രസി ആണ്. ട്യൂബർക്കുലോയിഡ് ലെപ്രസിയാണ് മോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നത്. അതായത് TH1 സെല്ലിൻ്റെ റെസ്പോൺസ് കാണിക്കുന്നത് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയാണ്. CMI, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് അത് TH1 റെസ്പോൺസ് കാണിക്കുന്നത് ട്യൂബർക്കുലോയിഡ് ലെപ്രസി അത് TT ആണ്. ദെൻ ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ്സ് ഉണ്ട്, ബോർഡർ ലൈൻ ലെപ്രസി ഉണ്ട്, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് റിയാക്ഷൻ. ഇതൊക്കെ ബോർഡർ ലൈൻ റിയാക്ഷൻ ആയിരിക്കും. ക്യാൻ ബി ഏത് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയുടെ കാണിക്കാം, അല്ലെങ്കിൽ ലെപ്രോമാറ്റസ് ലെപ്രസിയുടെ ക്യാരക്ടർ ഉള്ള ബോർഡർ ലൈനിൽ നിൽക്കുന്നവരാണ് ഇവർ. ദെൻ ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. കാരണം ഇത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും TH2 റെസ്പോൺസ് തരുന്നത്. TH2 റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഹെൽപ്സ് ഇൻ പ്രൊലിഫറേഷൻ ഓഫ് ദി ലെപ്രോമാറ്റസ് ലെപ്രസി കോസ് ചെയ്യുന്ന ബാക്ടീരിയനെ. വേരിയൻസ് ഓഫ് ലെപ്രസി അതിൽ 2 വേരിയൻസ് ആണുള്ളത്. ഒന്ന് ഇൻഡിറ്റർമിനൻറ്റ് ലെപ്രസി ആസ് വെൽ ആസ് ഹിസ്റ്റോഡ് ലെപ്രസി. ഇൻഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പം ഏതർ ലെപ്രസി ട്യൂബർക്കുലോയിഡ് ലീഷൻസ് തരുന്ന ലെപ്രസി ആവാം, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനൻറ്റ് ലെപ്രസി ആവാം. എന്ന് പറയുമ്പോൾ പോസി ബാസിലറി വരുന്നവരാണ് ഇൻഡിറ്റർമിനൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. പോസി ബാസിലറി എന്ന് പറയുമ്പോൾ എന്താ? ഫ്യൂ എമൗണ്ട് ഓഫ് ബാസിലറി വിൽ ബി പ്രസൻറ്റ് ഇൻ ദി ലീഷൻസ്.
ദെൻ ഹിസ്റ്റോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ ലെപ്രോമാറ്റസ് ലെപ്രസിയുടെ തന്നെ വേരിയൻ്റ് ആണ്. മറ്റേത് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയുടെ വേരിയൻ്റ് ആയിരുന്നു. ഇവിടെ ലെപ്രോമാറ്റസ് ലെപ്രസിയുടെ വേരിയൻ്റ് ആണ് ഹിസ്റ്റോയിഡ് ലെപ്രസി എന്ന് പറയുന്നത്. ഷോയിങ് ദ റിസംബിൾസ് നോഡ്യൂൾസ് ഓഫ് ഡെർമാറ്റോഫൈബ്രോമ. ദെൻ WHO classification. WHO classification അനുസരിച്ച് there are പോസിബാസിലറി ലെപ്രസി ആസ് വെൽ ആസ് മൾട്ടിബാസിലറി ആയിട്ടുള്ള ലെപ്രസീസ്. പോസിബാസിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബാസിലറി എന്ന് പറയുമ്പം only few numbers of bacilli can be extracted from a lesion. Whereas മൾട്ടിബാസിലറി എന്ന് പറയുമ്പോഴത്തേക്കും പ്രോലിഫറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി ബാസിലേസ് ഉണ്ടാവും. ഒരു ലീഷനിൽ ഒത്തിരി ബാസിലേസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ആർ മൾട്ടിബാസിലറി, കുറച്ചുള്ളെങ്കിൽ ദേ ആർ പോസിബാസിലറി. പോസിബാസിലറി യൂഷ്വലി കാണിക്കുന്നത് TT ആണ്, അതായത് ട്യൂബർക്കുലോയിഡ് ലെപ്രസീസ് ആണ്. ട്യൂബർക്കുലോയിഡ് ലെപ്രസി കൂടാതെ സം ബോർഡർ ലൈൻ ടൈപ്സ് ഏതൊക്കെ നമ്മൾ നോക്കിയത്? ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ്, ബോർഡർ ലൈൻ ലെപ്രസി, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ്. ദെൻ മൾട്ടിബാസിലറി കാണിക്കുന്നത് LL ആണ്. വാട്ട് ഇസ് LL? ലെപ്രോമാറ്റസ് ലെപ്രസി മാത്രമല്ല, കൂടാതെ ബോർഡർ ലൈൻ ടൈപ്സും കുറച്ച് ബോർഡർ ലൈൻ ടൈപ്സും കാണിക്കാറുണ്ട് മൾട്ടിബാസിലറി. ദെൻ പാത്തോജെനസിസ് ഓഫ് ലെപ്രസി എന്ന് പറയുമ്പം ദേ ആർ നോട്ട് ടോക്സിൻ മീഡിയേറ്റഡ്. ലെപ്രസി ബാക്ടീരിയൻ ലെപ്ര ഒരിക്കലും ടോക്സിൻസ് ഉണ്ടാക്കുന്നില്ല, അപ്പോൾ ടോക്സിൻ മീഡിയേറ്റഡ് അല്ല. ബട്ട് വിർലൻസ് ഉണ്ട്. വിർലൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രോപ്പർട്ടി ഓഫ് ഇവിടെ ബാക്ടീരിയൽ സെൽ വോൾ ലൈപ്പോ അരബിനോമാനൻസും ഫിനോളിക് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ബിക്കോസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ രണ്ട് ആൻറ്റിജൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് വിർലൻസ് വരുന്നത്. And virulence is occurring due to properties of cell wall. And for some extent, BCG vaccine is also protective against leprosy. Then ലെപ്രോമിൻ എന്ന് പറയുമ്പോൾ ഒരു അലർജനാണ്. ഈ ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു അലർജനാണ് ലെപ്രസി എന്നുള്ള അലർജനാണ് ലെപ്രോമിൻ. ഈ ലെപ്രോമിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലെപ്രോമിൻ. ആൻഡ് ഇഞ്ചക്ഷൻ ഒരു ID ഇഞ്ചക്ഷൻ, ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ഓഫ് ബാക്ടീരിയൽ എക്സ്ട്രാക്ട് ലെപ്രോമിൻ ഷോസ് CMI, ദാറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കാണിക്കുന്നുണ്ടാവും നമ്മുടെ ബോഡിയിൽ. ആൻഡ് റിഫ്ലക്റ്റഡ് ബൈ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. സോ ഈ ലെപ്രോമിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് കാണിക്കുന്നത്. ആൻഡ് they will activate cell mediated immunity. അതുകൊണ്ടാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആക്കുന്നതുകൊണ്ടാണ് ഫോർത്ത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഡിലേ ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. ബാക്കി ടൈപ്പ് 1, 2, 3 എന്നുള്ളത് ഹ്യൂമറൽ റെസ്പോൺസാണ്. ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉള്ള ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റീസ് ആയിരുന്നു. ഇവിടെ സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ? T സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ദെൻ TT ആൻഡ് LL പാത്തോജെനസിസ്. സോ ഈ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോഴത്തേക്കും TH1 റെസ്പോൺസ് തരുന്നത് TH1 സെൽസ്. നമുക്കറിയാം T സെൽസ് എന്ന് പറയുമ്പോൾ ഏത് TH1 ഉണ്ട്, TH2 ഉണ്ട്. ഒന്ന് ഹെൽപ്പർ സെല്ല്, മറ്റേത് സൈറ്റോടോക്സിക് സെല്ലുമാണ്. സോ TH1 സെല്ലിനെയാണ് ഇവർ ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദേ വിൽ പ്രൊഡ്യൂസ് interleukin 2 and interferon gamma. So in TH1 cell will produce interleukin 2 and interferon gamma. ഈ interferon gamma എന്നുള്ളത് എന്തായിരിക്കും? They are effective for the host macrophage response. Effective host macrophage response തരാൻ വേണ്ടി interferon gamma വേണം. ഈ interferon gammയ്ക്ക് ഒരു ആക്ഷൻ ഉണ്ട്. They will activate the macrophage. നോർമൽ മാക്രോഫേജിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി interferon gamma ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So they produce some effective host macrophage response. ഇവരെന്താണ് ഈ മാക്രോഫേജിൽ റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ? ഈ മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ബാസിലി ഉണ്ടല്ലോ, ദേ വിൽ വൺസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് റിപ്ലിക്കേഷനൊക്കെ കഴിയുമ്പോൾ ഈ റിപ്ലിക്കേഷൻ ചെയ്യുന്നത് എവിടെയാണ്? മാക്രോഫേജിലും ഡെൻഡ്രൈറ്റ് സെല്ലിലും ആയിരിക്കും റിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്രോഫേജിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ഗാമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് TH1 റെസ്പോൺസ് കുറച്ചും കൂടെ പവർഫുള്ളാണ് ദാൻ TH2 റെസ്പോൺസ്. ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുമ്പോൾ TH1 വീക്കായിട്ടുള്ള TH1ഉം TH2 റെസ്പോൺസാണ് മെയിൻലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. TH2 റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പുവർ CMI ആയിരിക്കും. പുവറായിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പുവർ ആയിട്ടുള്ള TH2 നമുക്കറിയാം ഹെൽപ്പർ സെൽസ് ആണ് അല്ലേ? അപ്പോൾ അവർക്ക് പുവറായിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉള്ളൂ. ആൻഡ് they helps in proliferation of leprae bacilli. helper ആണല്ലോ ഇവരെന്ത് ചെയ്യും? they will help the proliferation of leprae bacilli and sometimes antibodies in case നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് against പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇൻ കേസ് ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങനെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നടക്കുന്ന ആൻറ്റിജനോട് ഇവർ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ എർത്തിമ നോഡോസം വാസ്കുലൈറ്റിസ് ആൻഡ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. ആ ഒരു കോംപ്ലക്സ് പോയിട്ട് റെഡ്നെസ് ഉണ്ടാക്കും. അതിൻ്റെ എർത്തിമ നോഡോസം, ദെൻ നൊഡ്യൂൾസ് പോലെ, ദെൻ വാസ്കുലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് വെസൽസ് ആൻഡ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലൈ ബേസ്മെൻറ്റ് മെംബ്രെയിനിലൊക്കെ. ദിസ് ഈസ് ദി പാത്തോജെനസിസ്. ഇവിടെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് 5 to 7 years ആണ്. ആൻഡ് വൺസ് ഇത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന മാക്രോഫേജിലും ഡെൻഡ്രൈറ്റിക് സെൽസിലും റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കും. ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് വിൽ ഡിറ്റർമൈൻ വാട്ട് ടൈപ്പ് ഓഫ് ഡിസീസ് ഇറ്റ് ഈസ്, TT ആണോ TL ആണോ LL ആണോ എന്നുള്ളത്. മോർഫോളജി ഓഫ് ഡിഫറെൻറ്റ് മൈക്രോബാക്ടീരിയം ലെപ്രെ. ഓക്കെ, സോ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയുടെ മോർഫോളജി പറയുന്നുണ്ട്. ലെപ്രോമാറ്റസ് ലെപ്രസിയുടെയും ബോർഡർ ലൈൻ ലെപ്രസിയുടെയൊക്കെ മോർഫോളജീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ട്യൂബർക്കുലോയിഡ് ലെപ്രസി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്യൂബർക്കുലോയിഡ് ലെപ്രസി മറ്റേ കൂടാതെ ലെപ്രോമാറ്റസ് ലെപ്രസിയാണ്. സോ അതിന് മുമ്പായിട്ട് ആ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡയഗ്രാം കൂടെ നോക്കിയിട്ട് വരാം. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലേ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുമ്പം ഇൻഡിറ്റർമിനൻറ്റ് പ്രസൻറ്റേഷൻ ഇനീഷ്യൽ ഫേസ് ഓഫ് ലെപ്രസിൽ കാണിക്കും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് either സ്ട്രോങ് സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്, ദാറ്റ് ഇസ് പോളാർ ട്യൂബർക്കുലോയിഡ് ലെപ്രസി, ഓർ വേരിയബിൾ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്, ദാറ്റ് ഇസ് ബോർഡർ ലൈൻ പ്രസൻറ്റേഷൻസ്, ഓർ ഡിഫക്റ്റീവ് സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്, ദാറ്റ് ഇസ് പോളാർ ലെപ്രോമാറ്റസ് ലെപ്രസി. സോ നമുക്ക് മനസ്സിലായല്ലോ. ദെൻ ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബോർഡർ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ബോർഡർ ലൈൻ ട്യൂബർക്കുലോസിസ് ഉണ്ട്, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് ഉണ്ട്, ആ ബോർഡർ ലൈൻ ലെപ്രസി ഉണ്ട്. ദീസ് ആർ BT, BB ആൻഡ് BL. ഇന്നത്തെ ലെപ്രേ ബാസിലെ മൈക്രോസ്കോപ്പ് കാണാൻ പറ്റുന്ന ഏതൊക്കെയാണ്, ബോർഡർ ലൈൻ BBക്കും ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ്, ദെൻ ലെപ്രോമാറ്റസ് ലെപ്രസിയിലൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ലെപ്രേ ബാസിലറി മൈക്രോസ്കോപ്പി കിട്ടുന്നത്. WHO ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ ഒന്നെങ്കിൽ പോസി ബാസിലറി ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടി ബാസിലറി ആയിരിക്കും. പോസി എന്ന് പറയുമ്പോൾ എന്താ, ഓൺലി ഫ്യൂ ലെസ് കൗണ്ട് ആയിരിക്കും, ഈ ബാസിലറിയുടെ എമൗണ്ട് കുറവായിരിക്കും ലീഷനിൽ, ദാറ്റ് ഈസ് പോസി ബാസിലറി. പോസി ബാസിലറി കാണിക്കുന്നത് ഏതൊക്കെയാണ്, ട്യൂബർക്കുലോയിഡ് ലെപ്രസി ആൻഡ് ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ് ആണ്. പ്ലസ് മൾട്ടി ബാസിലറി കാണിക്കുന്നത് ഏതൊക്കെയാണ്, ബോർഡർ ലൈൻ ലെപ്രസി, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് ആൻഡ് ലെപ്രോമാറ്റസ് ലെപ്രസി ആണ് മൾട്ടി ബാസിലറി കാണിക്കുന്നത്. ആൻഡ് ഇൻ സം കേസസ് ഇഫ് ദി പേഷ്യൻറ്റ് ഈസ് ഹാവിങ് എ വെരി ഗുഡ് ഇമ്മ്യൂൺ സിസ്റ്റം, സ്പോണ്ടേനിയസ് റിക്കവറി സംഭവിക്കും. ദിസ് ഈസ് ദി ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പിക് പിക്ചർ ഷോയിങ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി. ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ എന്തൊക്കെയല്ല, ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പം കമ്പയറിംഗ് ടു ദ ലെപ്രോമാറ്റസ് ലെപ്രസി ദേ ആർ ലെസ് സിവിയർ ആണ്, വെരി സ്ലോ കോഴ്സാണ് ട്യൂബർക്കുലോയിഡ് ലെപ്രസിക്കുള്ളത്. ആൻഡ് മോസ്റ്റ് പേഷ്യൻസ് ഡൈ വിത്ത് ദി ലെപ്രസി. കാരണം എന്താ, ലെസ് സിവിയർ ആണെങ്കിലും സ്ലോ കോഴ്സ് അല്ലേ, മോസ്റ്റ്ലി അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും. അങ്ങനെ പേഷ്യൻറ്റ് മൈറ്റ് ഡൈ വിത്ത് ലെപ്രസി, ലീഷൻസ് ഒക്കെ വന്നിട്ട്. ദെൻ സ്കിൻ ലീഷൻസ് ഉണ്ടാവും. സ്കിൻ ലീഷൻസ് എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ TT എന്താ പറഞ്ഞത്, ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ ഒരു നല്ല ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, TH1 റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ TH1 ഉള്ളത് കൊണ്ട് തന്നെ സിംഗിൾ അല്ലെങ്കിൽ ഫ്യൂ ലീഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്, സിംഗിൾ ഓർ ഫ്യൂ ലീഷൻസ്. ആൻഡ് സൈറ്റ് മെയിൻലി എക്സ്ട്രിമിറ്റീസ് ആകാം, ട്രങ്ക് ആവാം, ഫേസിൽ വരാം. ആൻഡ് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഏത് ലോക്കലൈസ്ഡ് ആയിട്ട്, ആ ഒരു സൈറ്റിൽ പർട്ടിക്കുലർ സൈറ്റിൽ ലോക്കലൈസ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അത് കൂടാതെ വെൽ ഡിമാർക്കേറ്റഡ് ആയിരിക്കും. ആ ബോർഡേഴ്സൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. റെഡ് ഓർ ഹൈപ്പോ പിഗ്മെൻറ്റഡ് ആയിരിക്കാം, ഡ്രൈ എലിവേറ്റഡ് സ്കിൻ പാച്ചായിട്ട് വരാം, ഹാവിങ് റേസ്ഡ് ഔട്ടർ എഡ്ജ് ആൻഡ് ഡിപ്രസ്ഡ് പെയിൽ സെൻറ്റേഴ്സ്. സോ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഏരിയ ലീഷൻസ് വന്നിരിക്കുന്നത്, ഇത്രയും ഏരിയയില്ല. ഈ ഏരിയ എന്നുള്ളത് റേസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ മാർജിൻ വന്നിട്ടുണ്ട്. സെൻട്രൽ പാർട്ട് കുറച്ച് ഡിപ്രസ്ഡ് ആണ്. ഈ സൈഡ്സൊക്കെ വെൽ ഡിമാർക്കേറ്റഡ് ആണ്. ഈ ഒരു ലീഷൻ യൂണിലോക്കൽ അല്ലെങ്കിൽ സോളിറ്ററി ആണല്ലോ, സിംഗിൾ ആണല്ലോ. ആൻഡ് ഓൾസോ ലോക്കലൈസ്ഡ് ആണ്, വെൽ ഡിമാർക്കേറ്റഡ്, സറൗണ്ടിങ് ടിഷ്യൂവിൽ വെൽ ഡിമാർക്കേറ്റഡ് ആണ് അവർ. ആൻഡ് കളറൊന്നും ഇല്ലല്ലോ, സോ ദേ ആർ ഹൈപ്പോ പിഗ്മെൻറ്റഡ് ഓർ റെഡ് കളർ വരാം. ഈ എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഡ്രൈ ആവാം, സ്കിൻ പാച്ചസ് ഒക്കെ അപ്പിയർ ആവാം. ആൻഡ് ഹാവിങ് റേസ്ഡ് ഔട്ടർ എഡ്ജ് ആൻഡ് ഡിപ്രസ്ഡ് സെൻട്രൽ പാർട്ട്.
ദെൻ നെർവ് ഇൻവോൾവ്മെൻറ്റ്. ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിലെ നെർവ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നെർവ് സറൗണ്ടഡ് ബൈ ദി ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ. സോ ഇപ്പോൾ കണ്ടല്ലോ ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. സോ ആ ഇൻഫ്ലമേഷന് ചുറ്റുമുള്ള നെർവ്, ആ നെർവിനെ ഇവർ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. സ്മോൾ നെർവ്സിനെയൊക്കെ അവർ ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ദി നെർവ് ഇൻവോൾവ്മെൻറ്റ് റിസൾട്ടിങ് ഇൻ ലോസ് ഓഫ് സെൻസേഷൻ, മോസ്റ്റ്ലി സ്കിന്നിലാണ് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. സോ ലോസ് ഓഫ് സെൻസേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഓഫ് ദി സ്കിൻ റിസൾട്ടിങ് ഇൻ, ഇപ്പോൾ നെർവ് ഇന്നർവേഷൻ നമ്മുടെ ലിംബിൽ നെർവ് ഇന്നർവേഷൻ വന്നില്ലെങ്കിൽ എന്ത് പറ്റും? ആ മസിൽസ് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫൈനലി പതുക്കെ എന്ത് പറ്റും? അട്രോഫി സംഭവിക്കും. അട്രോഫി എന്ന് പറയുമ്പോൾ എന്താ? ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് നമ്പർ ഓഫ് ദി സെൽസ്. അങ്ങനെ അട്രോഫി ഓഫ് ദി സ്കിൻ ആൻഡ് മസിൽസ് സംഭവിക്കും. കാരണം അവിടെ സെൻസേഷൻ ഇല്ലല്ലോ, ലോസ് ഓഫ് സെൻസേഷൻ, നെർവ് ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല, നെർവ് ഇമ്പൾസ് കൊടുക്കുന്നില്ല, ആ മസിൽസ് ഒന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അട്രോഫി ഓഫ് ദി സ്കിൻ ആൻഡ് മസിൽസ് ആൻഡ് വിച്ച് ലീഡ് ടു ക്രോണിക് സ്കിൻ അൾസേഴ്സ്. ഇങ്ങനെ അട്രോഫി സംഭവിക്കുക മാത്രമല്ല, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ റിസൾട്ട് ഇൻ ക്രോണിക് സ്കിൻ അൾസേഴ്സ്. ആൻഡ് വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓഫ് നെർവ് ഇൻവോൾവ്മെൻറ്റ്? നെർവ് ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ എന്തൊക്കെ കോൺസിക്വൻസ് വരാം? കോൺട്രാക്ചേഴ്സ് വരാം. കോൺട്രാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വലിഞ്ഞിരിക്കില്ലേ? കോൺട്രാക്ചേഴ്സ്. ദെൻ പാരലൈസിസ് ആയി പോവാം ലിംബൊക്കെ. ദെൻ ഓട്ടോ ആംപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗാൻഗ്രീൻ പോലെ വന്നിട്ട്, ബിക്കോസ് അവിടുത്തെ നെർവ് സപ്ലൈ പോയല്ലോ, നെർവ് സപ്ലൈ പോയി പിന്നെ ബ്ലഡ് വെസൽസിൻ്റെ വാസ്കുലൈറ്റിസ് ഒക്കെ ഒരു കാരണമാണ്. വാസ്കുലൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. സോ എന്ത് വെച്ചു അവിടെ? ഗ്രാനുലോമയൊക്കെ ഫോം ചെയ്തിട്ട് ഓട്ടോ ആംപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗാൻഗ്രീൻ വന്നിട്ട് ആ ഒരു ടോയിൽ ഏതെങ്കിലും ഒരു ടോ അടന്നു പോകില്ല. ദാറ്റ് ഇസ് ഓട്ടോ ആംപ്യൂട്ടേഷൻ. ആൻഡ് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫേഷ്യൽ നെർവ് റിസൾട്ട് ഇൻ ഐലിഡ് പാരാലിസിസ്, കെരാറ്റൈറ്റിസ് ആൻഡ് കോർണിയർ അൾസറേഷൻ. ഇപ്പം ഫേസിലാണെങ്കിൽ എവിടെ ആയിരിക്കും പാരലൈസിസ് വരുന്നത്? ഐലിഡിനായിരിക്കും. ആൻഡ് ഇവിടെ ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. ഇവിടെ കെരാറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. ദെൻ അൾസറേഷൻ ആയിട്ടോ കോർണിയൽ അൾസറേഷൻസ് ആയിരിക്കും കാണിക്കുന്നത് ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി. TH2 റെസ്പോൺസ് ഇവിടെ തരുന്നത്. TH2 റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ? ഹെൽപ്പർ സെല്ലിൻ്റെ റെസ്പോൺസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൈക്കോബാക്ടീരിയം ലെപ്രയൊക്കെ അവിടെ ഈസിലി റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ദാൻ കമ്പയറിങ് ടു ലെപ്രോയിഡ് ലെപ്രസിയുടെ കേസിൽ. കമ്പാരിറ്റീവ്ലി ഇതാണ് മോർ സിവിയർ ഫോം. ദെൻ സ്കിൻ ലീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ skin lesions will be multiple symmetric macular, papular or nodular lesions കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിമെട്രിക്കൽ മാക്കുലാർ, പാപ്പുലാർ ഓർ നോഡുലാർ ലെഷൻസ് കാണാൻ പറ്റും. ദെൻ അനസ്തെറ്റിക് ഓർ ഹൈപ്പോഎസ്തെറ്റിക്, ദേ റെഡ്യൂസസ് ദി സെൻസിറ്റിവിറ്റി ടു ദി സെൻസറി സ്റ്റിമുലസ്. നമ്മുടെ നെർവിൻ്റെ സെൻസിറ്റിവിറ്റി ഇവർ കുറയ്ക്കും, നെർവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ ഡിക്രീസസ് ദി സെൻസിറ്റിവിറ്റി ടു സെൻസറി സ്റ്റിമുലസ്. ദാറ്റ് ഈസ് വൈ ദേ ഹാവ് അനസ്തെറ്റിക് ഓർ ഹൈപ്പോഎസ്തെറ്റിക് ഇഫക്റ്റ് ഓൾസോ റെസ്പോൺസ്. ആൻഡ് ദിസ് ലീഷൻ കൂടുതലായിട്ട് എവിടെ കാണുന്നത്? ലെപ്രസി എവിടെ കൂടുതൽ കാണുന്നത്? കൂളർ ഏരിയാസ് ഓഫ് ദി സ്കിന്നിലായിരിക്കും. ആൻഡ് ദേ ഗിവ്സ് എ ലയൺ ലൈക്ക് അപ്പിയറൻസ് ഓൺ ദി ഫേസ്. സോ ദേ ആർ ഓൾസോ നോൺ ആസ് ലിയോണൽ ഫേസീസ് വിത്ത് ലോസ് ഓഫ് ഐബ്രോസ് ആൻഡ് ഐ ലാഷസ്. ഈ പിക്ചറിൽ കാണാൻ പറ്റും ഐബ്രോസും അതുപോലെ ഐ ലാഷസും ഒക്കെ ലോസ് ആയിട്ടുള്ള കുറേ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ മാക്യുലോ പാപ്പുലർ റാഷസ് നമുക്ക് കാണാൻ പറ്റും, നോഡ്യൂൾസ് കാണാൻ പറ്റും, നോഡുലർ ലീഷൻസ് കാണാൻ പറ്റും. ദിസ് ഇസ് ദി ലിയോണൽ സ്പീഷീസ് ഓഫ് ലെപ്രോമാറ്റസ് ലെപ്രസി. പെരിഫറൽ നെർവ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അൾനാർ ആൻഡ് പെറോണിയൽ നെർവ് ആർ ഇൻവോൾവ് മെയിൻലി. ഓക്കെ, ഇത് കൂടുതലായിട്ടും ഹാൻഡിലും ഫീറ്റിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അൾനാർ ആൻഡ് പെറോണിയൽ നെർവ് ആയിരിക്കും കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത്. ആൻഡ് ദർ വിൽ ബി ലോസ് ഓഫ് സെൻസേഷൻസ് ആൻഡ് എട്രോപിക് ചേഞ്ചസ് ഇൻ ദി ഹാൻഡ് ആൻഡ് ഫീറ്റ്. And it also affect testis, destruction of seminiferous tubules resulting in sterility in males. Then other sides എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഇത് ഐസിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഐസിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ ഇത് റിസൾട്ട് ഇൻ ബ്ലൈൻഡ്നെസ്. ദെൻ അപ്പർ എയർവേയിൽ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ക്രോണിക് നേസൽ ഡിസ്ചാർജ് ആൻഡ് വോയിസ് ചേഞ്ച്. സോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അപ്പർ എയർവേയിൽ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ വോയിസ് ചേഞ്ച് ആൻഡ് ക്രോണിക് നേസൽ ഡിസ്ചാർജ് ആയിരിക്കും ഇവിടെ കാണിക്കുന്ന സൈൻസ്. ദെൻ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം ഓവർ നൊഡ്യൂൾസ് ആയിരിക്കും മൈക്രോസ്കോപ്പിക്കലി കാണുമ്പോൾ. ഗ്രെയിൻസ് സോൺ ഇവർക്കുണ്ട്. ഗ്രെയിൻസ് സോൺ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ക്ലിയർ സോണാണ് വിച്ച് ഡിഫറൻഷിയേറ്റ് എപ്പിഡെർമിസ് ഫ്രം ദി ഇൻഫ്ലമേറ്ററി ഗ്രാനുലോമാറ്റസ് ലീഷൻ. ഓക്കെ, ആ ടിഷ്യൂസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു ക്ലിയർ സോൺ ഉണ്ടോ ഇല്ലയോ? അതുണ്ട് ഇൻ കേസ് ഓഫ് ലെപ്രോമാറ്റസ് ലെപ്രസി. Then leprous cells are seen. What are leprous cells? They are the aggregates of lipid-laden foamy macrophage. ഈ lipid-laden foamy macrophageൻ്റെ അഗ്രിഗേഷനെ വിളിക്കുന്നതാണ് leprous cell എന്ന്. ആൻഡ് ഫിറ്റ്സ് ഫറാക്കോ സ്റ്റെയിനിങ്ങിൽ ന്യൂമറസ് ലെപ്രേ ബാസിലേസ് ആർ സീൻ വിത്തിൻ ദി ഫോമി macrophage. Because of this presence of numerous
leprae bacilli, they are also called as multibacillary. Okay, WHO classification, they are multibacillary. This is the picture, microscopic picture showing lepromatous leprosy. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ദിസ് ഇസ് എപ്പിഡെർമിസ് ലെയർ ആൻഡ് ദിസ് ഇസ് ഗ്രാനുലോമാറ്റസ്. ഗ്രാനുലോമൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് ഗ്രാനുലോമ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ലൈഡൻ ഫോമിങ് മാക്രോഫേജ് വിത്ത് ലെപ്രൈ ബാസിലി ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എപ്പിഡെർമിസും ആ ഒരു ഏരിയയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലിയർ സോൺ ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രൻസ് സോൺ. ഈ പിക്ചറിൽ കാണാൻ പറ്റും ദിസ് ഇസ് എപ്പിഡെർമിസ്, ദിസ് ഇസ് ദി ഡിഫറൻഷിയേറ്റിംഗ് ഏരിയ, ഗ്രൻസ് സോൺ, ക്ലിയർ സോൺ. These are the lipid-laden foamy macrophage with the leprae bacilli. ഈ ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജിൻ്റെ സ്ഥലത്ത് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ എന്താ കണ്ടത്? ഗ്രാനുലോമയാണ് കണ്ടത്. ഓക്കെ, ഗ്രാനുലോമാറ്റസ് ലീഷൻസ് ആയിരുന്നു കണ്ടത്. ആൻഡ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലിയർ സോൺസ് ഉണ്ടാവത്തില്ല. ആൻഡ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബോർഡർ ലൈൻ ലെപ്രസി. സോ ബോർഡർ ലൈൻ ലെപ്രസി എന്ന് പറയുമ്പോഴത്തേക്കും there are BT, BL and BB. BT എന്ന് പറയുമ്പം borderline tuberculosis, BL tuberculoid, BL borderline lepromatous, BB borderline leprosy. Okay, BT എന്ന് പറയുമ്പോൾ there are numerous lymphocytes കാണാൻ പറ്റും. ഇവർക്ക് ഗ്രൻസ് സോൺ, അതായത് ബി ടിയിൽ ഗ്രൻസ് സോൺ കാണാം. ദേ ആർ പോസിബാസിലറി. ഈ ബി ടിയും അതുകൂടാതെ TT, ദാറ്റ് ഈസ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി ആസ് വെൽ ആസ് ബാസിലറി ട്യൂബർക്കുലോയിഡ്, ഇവർ രണ്ടുപേരെയാണ് പോസിബാസിലറി കാണിക്കുന്നത്. പോസിബാസിലറി ഇവർക്ക് അതുകൂടാതെ രണ്ടുപേർക്കും സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഗ്രൻസ് സോൺ ഇവിടെ പ്രസൻ്റ് ആണ്, ബട്ട് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ ഡിഫറെൻ്റ്, അതുകൊണ്ട് ഇവർ ബോർഡർ ലൈനിൽ കിടക്കുന്നത്. ദെൻ ന്യൂമറസ് ലിംഫോസൈറ്റ്സ് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ദർ ഈസ് ലിംഫ് ഇൻവോൾവ്മെൻറ്റ്, നെർവ് ഇൻവോൾവ്മെൻറ്റ്. ദെൻ BL ഓർ ബാസിലറി ബോർഡർ ലൈൻ lepromatous. ഈ ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ മൾട്ടി ബാസിലറി ആൻഡ് ഫ്യൂ ലിംഫോസൈറ്റ്സ് ആൻഡ് എപ്പിത്തീലിയൽ സെൽസിനെ കാണാൻ പറ്റും. ദെൻ ബോർഡർ ലൈൻ ലെപ്രസി എന്ന് പറയുമ്പോഴോ ഫ്യൂ ലിംഫോസൈറ്റ്സ് ആൻഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, കൂടാതെ ഇവിടെ നെർവ് ഇൻവോൾവ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് വൈ ദേ ആർ ബോർഡർ ലൈൻ. രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെയും സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടുള്ള TTൻ്റെയും LLൻ്റെയും രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടുപേരും മൈക്രോസ്കോപ്പിക്കലി കാണിക്കുന്നതുകൊണ്ടാണ് ഇവരെ ബോർഡർ ലൈൻ ലെപ്രസി എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻഡിറ്റർമിനൻറ്റ് ലെപ്രസി എന്ന് പറയുമ്പോൾ ലോക്കൽ ഇൻഫിൽട്രേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ഓർ മോണോസൈറ്റ്സ് അറൗണ്ട് ദി ബ്ലഡ് വെസൽസ്, നെർവ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ലെപ്രെ ബാസിലീസിനൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ലോക്കൽ ഇൻഫിൽട്രേഷനാണ് വരുന്നത്. ദെൻ വാട്ട് ഈസ് ലെപ്രോമിൻ ടെസ്റ്റ്? നമ്മൾ പറഞ്ഞു ലെപ്രോമിൻ ടെസ്റ്റ് അലർജൻ ടെസ്റ്റാണ് ലെപ്രസിയുടെ. ദേ ആർ യൂസ്ഡ് ടു ക്ലാസിഫൈ ദി ലെപ്രസി. ഇഞ്ചക്ഷൻ ഓഫ് ലെപ്രോമിൻ ഇൻട്രാഡെർമലി. ഈ ലെപ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇറ്റ്സ് എ ബാക്ടീരിയൽ എക്സ്ട്രാക്റ്റ് ആണ്, മൈക്രോബാക്ടീരിയൻ ലെപ്ര എന്നുള്ള എക്സ്ട്രാക്റ്റ് ആണ്. പ്രൊഡ്യൂസസ് സം റിയാക്ഷൻസ് ലൈക്ക് ഏതർ ഫെർണാണ്ടൻസ് റിയാക്ഷൻസ് അല്ലെങ്കിൽ മിറ്റ്സുഡ റിയാക്ഷൻ. ഫെർണാണ്ടൻസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏർലി പോസിറ്റീവ് റിയാക്ഷനും മിറ്റ്സുഡ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിലേഡ് ഗ്രാനുലോമാറ്റസ് റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത്. ഇൻ കേസ് ഓഫ് lepromatous leprosy, they shows lepromin test. They show negative lepromin test due to suppression of cell-mediated immunity. lepromatous leprosy എന്ന് പറയുമ്പോൾ എന്താ? TH2 റെസ്പോൺസ് കാണിക്കുന്നത്. TH2 റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും they are helper cells which helps them to grow. So അങ്ങനെ ഓർത്ത് വെക്കാം. So they shows only negative lepromin test due to suppression of CM1. കാരണം എന്താ? TH1 അത്രയ്ക്ക് ആക്ടിവിറ്റി ഒന്നും വരുന്നില്ല, ബട്ട് TH2 റെസ്പോൺസാണ് വരുന്നത്. ദെൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ എന്താ? ദേ ഷോസ് പോസിറ്റീവ് ലെപ്രോമിൻ ടെസ്റ്റ് ഡ്യൂ ടു ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. പോസിറ്റീവ് കാരണം ഇവിടെ TH1 റെസ്പോൺസാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു മോസ്റ്റ് പവർഫുൾ ഓൾമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും സെൽ ഇമ്മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് സ്ട്രോങ് റെസ്പോൺസ് ആയിരിക്കും കമ്പയർഡ് ടു LL. റിയാക്ഷൻസ് ഇൻ ദി ലെപ്രസി. ലെപ്രസിയുടെ റിയാക്ഷൻസ് പറയുമ്പം ദർ ആർ type 1 and type 2 reactions. Type 1 reaction എന്ന് പറയുമ്പം either it causes immunity, either it improves the immunity or they decreases the immunity. If they improves the immunity, it is TT, tuberculoid leprosy. Whereas if it decreases the immunity, that is LL or lepromatous leprosy. Then type 2 reaction എന്ന് പറയുമ്പോൾ it occurs in the lepromatous leprosy. Either they causes tender plague or nodules. അതർവൈസ് ഫീവർ, മലേസ്, അർത്രാൾജി ആയിട്ടായിരിക്കും ഇത് ഒക്കർ ആവുന്നത്. ഈ ലെപ്രോമാറ്റസ് ലെപ്രസി നമ്മൾ വീക്ക് ആണല്ലോ, നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയതുകൊണ്ട് ഇറ്റ് ഒക്കേഴ്സ് ആസ് എസിംപ്റ്റോമാറ്റിക് ആയിരിക്കില്ല, സിംപ്റ്റോമാറ്റിക് ആയിരിക്കും. ഏതർ ആസ് ടെൻഡർ പ്ലേക്ക് ഒരു നൊഡ്യൂൾസ് അപ്പിയർ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഫീവർ, മലേസ്, ആർത്രാൾജി ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അതായത് മൈക്രോസ്കോപ്പിക്കലി വാട്ട് യു ക്യാൻ സീ നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ്, ലെപ്രെ ബാസിലൈ ഇൻ ദി ഫോമി മാക്രോഫേജ്.
ഡയഗ്നോസിസ് ഓഫ് ലെപ്രസി, ഡിഫറെൻറ്റ് ടെസ്റ്റ് ഉണ്ട് ഫോർ ഡയഗ്നോസിങ് ദി ലെപ്രസി. ക്ലിനിക്കൽ എക്സാമിനേഷൻ ആയിട്ടാണെങ്കിൽ സെൻസറി ടെസ്റ്റിംഗ്, എക്സാമിനേഷൻ ഓഫ് പെരിഫറൽ നെർവ്, ദെൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ആസിഡ് ഫാസ്റ്റ് സ്പെസിലിക് ആണെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാം, ഫിറ്റ്സ്, പരാക്കോ സ്റ്റെയിനിങ്, GMS സ്റ്റെയിനിങ് എക്സെട്ര. ദെൻ സ്കിൻ ബയോപ്സി ഉണ്ട്, നെർവ് ബയോപ്സി, ദി മോളിക്കുലർ മെത്തേഡ്സ് ലൈക്ക് PCR, ദെൻ IgM ആൻറ്റിബോഡീസ് ടു PGL1 ആൻറ്റിജൻ ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡയഗ്നോസിസ് കൂടുതൽ ആവശ്യം വരുന്നത് മൈക്രോബയോളജിയിലായിരിക്കും. ഇതിൽ പത്തോജനസിസ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെപ്രോമാറ്റസ് ലെപ്രസി ആൻഡ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി. ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം അല്ലേ. ലെപ്രോമാറ്റസ് ലെപ്രസിയും ട്യൂബർക്കുലോയിഡ് ലെപ്രസിയും. സ്കിൻ ഡിഷൻസ് എങ്ങനെയായിരിക്കും? ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുമ്പം ലയോണൽ ഫേഷ്യേറ്റീസ്, ഓർക്കുന്നുണ്ടോ? ലയോണൽ ഫേഷീസ് എന്ന് പറയുമ്പോൾ എന്താ, കുറേ നൊഡ്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. ദേ ആർ സിമെട്രിക്കൽ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൽ ഡിഫൈൻഡ് മാക്കുലർ നൊഡ്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് ദിസ് ഇസ് ലയണൽ ഫേഷ്യേറ്റീസ്. ഇതാണ് ട്യൂബർക്കുലോയിഡ് ലെപ്രസിയുടെ കൂടെ കാണാൻ നമുക്ക് എറുത്യമായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞ് സിംഗിൾ ഇൻഫ്ലമേറ്ററി ഏരിയ. സോ ഇവിടുത്തെ സ്കിൻ ലീഷൻ എന്ന് പറയുമ്പോൾ ലെപ്രോമാറ്റസ് ലെപ്രസിയിലാണെങ്കിൽ സിമെട്രിക്കലായിരിക്കും, മൾട്ടിപ്പിൾ ഇൽ ഡിഫൈൻഡ് അതായത് ഇൽ ഡിഫൈൻ എന്ന് പറയുമ്പോൾ വെൽ ഡിമാർക്കേറ്റഡ് അല്ല എന്ന്. ദെൻ മാക്കുലർ നൊഡ്യൂൾസ് നമുക്ക് കാണാൻ പറ്റി. വേറാസ് ഇൻ കേസ് ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ അങ്ങനെയായിരുന്നു, സിംപ്റ്റോമാറ്റിക് ആയിട്ടുള്ള ഹൈപ്പോ പിഗ്മെൻ്റ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് മാക്കുലർ റാഷസ് ആണ് നമ്മൾ കണ്ടത്. അവിടെ ഡ്രൈ സ്കിന്നാണ് അവർക്ക് വരുന്നത്. പിന്നെ എലിവേറ്റഡ് ഏരിയാസ് കാണാൻ പറ്റും, ബോർഡർ ലൈൻസ് വിൽ ബി, ബോർഡർ എഡ്ജസ് വിൽ ബി എലിവേറ്റഡ്, വേറെ സെൻട്രൽ വിൽ ബി ഡിപ്രസ്ഡ്. ഓക്കെ, ആ ഒരു ഇൻഫ്ലമേറ്ററി ഏരിയൻ്റെ. ദെൻ ഡിസ്ഫിഗർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലെപ്രോമാറ്റസ് ലെപ്രസിയിലാണെങ്കിൽ ലയോണിൻ ഫേഷ്യസ് കാണാൻ പറ്റും, ലോസ് ഓഫ് ഐബ്രോസ്, ദെൻ പെൻഡുലർ ഇയർ ലോബ്സ്, ക്ലോ ഹാൻഡ് ആൻഡ് സാഡിൽ നോസ്. സോ ഇതൊക്കെയാണ് ഡിസ്ഫിഗർമെൻറ്റ് അല്ലെങ്കിൽ ഡിഫോർമിറ്റീസ് വരുന്നത്. ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലോയിഡ് ലെപ്രസിൻ്റെ ആണെങ്കിലോ മിനിമൽ ഡിസ്ഫിഗർമെൻറ്റേ അവർക്ക് വരുള്ളൂ, കാരണം അത് ലോക്കലൈസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഫേസിലാണെങ്കിൽ ഫേസിൽ മാത്രം എഴുത്തുമേ വരും. അങ്ങനെ ലോക്കലൈസ്ഡ് ആയതുകൊണ്ട് ഒത്തിരി ഡിസ്ഫിഗർമെൻറ്റ് അല്ലെങ്കിൽ ഡിഫോർമിറ്റീസ് ഒന്നും അങ്ങനെ കാണത്തില്ല. ദ നെർവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ലെപ്രോമാറ്റസ് ലെപ്രസീസ് ആർ സീൻ ബട്ട് വിത്ത് ലെസ് സിവിയർ സെൻസറി ലോസ് ദാൻ ട്യൂബർക്കുലോയിഡ്. ഇവിടെ കാണുന്നുണ്ട് ബട്ട് നോട്ട് ദാറ്റ് മച്ച് സിവിയർ ദാൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസി. ട്യൂബർക്കുലോയിഡിൻ്റെ ആണെങ്കിൽ കോമൺ വിത്ത് സെൻസറി ഡിസ്റ്റർബൻസ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അതാണ്. ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുമ്പോൾ കൂടുതലും ഡിസ്ഫിഗർമെൻറ്റ് വരുന്നത്. വേറസ് ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതലും നെർവ് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. ഡിസ്ഫിഗർമെൻറ്റ് മിനിമലാണ്, ബട്ട് നെർവ് ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, ദെൻ മൈക്രോസ്കോപ്പിക് സ്കിൻ ലീഷൻസ്. അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ലീഷൻസ് എങ്ങനെയായിരിക്കും? ലെപ്രോമാറ്റസ് ലെപ്രസിയും ട്യൂബർക്കുലോയിഡ് ലെപ്രസി എടുക്കും. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, ട്യൂബർക്കുലോയിഡ്. അതുകൊണ്ട് ഇവിടെ ആദ്യം ഗ്രാനുലോമ ഫോർമേഷൻ നോക്കാം. ഗ്രാനുലോമ എന്ന് പറയുന്നത് ഒരു നോൺ കേഷ്യേറ്റിംഗ് ഗ്രാനുലോമാസ് ആയിരിക്കും, കമ്പോസ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ജയൻറ്റ് സെൽസ്. ഇവിടെ ഗ്രാനുലോമ ഇല്ലാത്ത കേഷ്യസ് നെക്രോസിസ് ഇല്ലാത്ത ഗ്രാനുലോമ ഫോർമേഷൻ ആയിരിക്കും വരുന്നത്. ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലോയിഡ് ലെപ്രോമാറ്റസ് ലെപ്രസിയുടെ കേസിൽ എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് ഗ്രൻസ് സോണൊക്കെ കണ്ടു അല്ലേ, ഗ്രൻസ് സോൺ കണ്ടു. അതുകൂടാതെ ഇവിടെ നൊഡ്യൂൾസ് കാണാം, നൊഡ്യൂൾസ് ഓർ ഡിഫ്യൂസ് കളക്ഷൻസ് ഓഫ് ലെപ്രേ ബാസിലി, ലെപ്രേ സെൽസ് വിത്തിൻ ദി ഡെർമിസിൽ ഡിഫ്യൂസ് കളക്ഷൻ ഓഫ് ലെപ്രേ സെൽസ് നമുക്ക് കാണാൻ പറ്റി. ലെപ്രേ സെൽസ് എന്താ, ഫോമി മാക്രോവേജ്, ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോവേജിൻ്റെ അഗ്രിഗേറ്റ്സ് കാണാൻ പറ്റി. ദെൻ ഗ്രൻസ് സോൺ അല്ലെങ്കിൽ ക്ലിയർ സോൺ ബിറ്റ്വീൻ ദി ഇൻഫ്ലമേറ്ററി സെൽസ് ആൻഡ് എപ്പിഡെർമിസ് ആർക്ക് കണ്ടത്? രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുമ്പോൾ ലെപ്രോമാറ്റസ് ലെപ്രസിക്ക് അത് പ്രസൻ്റ് ആയിരുന്നു. വരാസ് ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി ഇറ്റ് ഈസ് ആബ്സെൻറ്റ്. ദെൻ ലെപ്രേ ബാസിലീസ് ആർ plenty in case of lepromatous leprosy. Why? Because ഇത് TH2 റെസ്പോൺസ് ആണ് വരുന്നത്. TH2 റെസ്പോൺസ് ആവുന്നത് കൊണ്ട് തന്നെ കുറേ എന്തുണ്ടാവും, ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജ് ഉണ്ടാവുന്നുണ്ട്. മാക്രോഫേജ് ഹെൽപ്സ് ഇൻ മാക്രോഫേജിലാണ് റിപ്ലിക്കേഷൻ നടക്കുന്നത്. ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജ് വരുമ്പോൾ റിപ്ലിക്കേഷൻ കൂടുതലുണ്ട്. ആ മാക്രോഫേജിൽ നമുക്ക് എന്ത് പറ്റും, കൂടുതലായിട്ടും ഈ ബാസിലീസിനെ കാണാൻ പറ്റും. ബട്ട് ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുമ്പോഴത്തേക്കും റെയർ ആയിട്ടേ കാണാൻ പറ്റും, ബിക്കോസ് ദേ ആർ ഫോമിങ് ഗ്രാനുലോമ. മാക്രോഫേജ് ഒക്കെ എന്തായിട്ട് മാറുക, ഗ്രാനുലോമ ഫോർമേഷനെ എപ്പിത്തീലിയോയിഡ് സെൽസായിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ബാസിലറി ഇൻഡെക്സ് വരുമ്പോൾ ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ കൂടുതലാണ്, 4 or 5. ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ ഓൾമോസ്റ്റ് 0. അതർ ഫീച്ചേഴ്സ് ലൈക്ക് ഇമ്മ്യൂണിറ്റി. ലെപ്രോമാറ്റസ് ലെപ്രസിയിലാണെങ്കിൽ സപ്രസ്ഡ് ഓർ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. വേറാസ് ഇൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസി ഗുഡ് ഇമ്മ്യൂണിറ്റി ഓർ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലെപ്രോമിൻ ടെസ്റ്റ് പോസിറ്റീവ് വരുന്നത് എന്താ, ട്യൂബർക്കുലോയിഡ് ലെപ്രസിയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ലെപ്രോമാറ്റസ് ലെപ്രസി ഇറ്റ് ഈസ് നെഗറ്റീവ്.
ഇത് സെൽ നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ ലെപ്രോമി ടെസ്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പറയുന്നത്. സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. സോ ട്യൂബർക്കുലോയിഡ് ലെപ്രസി പോസിറ്റീവ് തന്നു, whereas in case of lepromatous leprosy നെഗറ്റീവായി. ഇൻഫെക്ടിവിറ്റി ഹയർ ഇൻ കേസ് ഓഫ് lepromatous leprosy, നോട്ട് ഇൻ ട്യൂബർക്കുലോസിസ്. വൈ lepromatous leprosy? ബിക്കോസ് ലിപ്പിഡ് ലേഡൻ ഫോമി മാക്രോഫേജസ് ആണ് ഉണ്ടാക്കുന്നത്. അവിടെ ആയിരിക്കും കൂടുതൽ മാക്രോഫേജാണ് റിപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ട്യൂബർക്കുലോയിഡ് മൈക്രോബാക്ടീരിയം ലെപ്രയുടെ. ദെൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂബർക്കുലോയിഡ് ലെപ്രസി ആണെങ്കിൽ നെർവ് ഡാമേജ് ക്യാൻ ലീഡ്സ് ടു സെൻസറി ഡിസ്റ്റർബൻസ്, പാരാലിസിസ് എക്സെട്ര. whereas in case of lepromatous leprosy, erythema nodosum may causes vasculitis, glomerulonephritis as well as the nerve damage. This is about the lepromatous leprosy and tuberculoid leprosy. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ lepromatous leprosy and tuberculoid leprosy. Hope you understand the concept and thank you for watching.